ഹായ് ഹലോ ഡിയർ. അവർ നെക്സ്റ്റ് വീഡിയോ ടാലിയെക്കുറിച്ചാണ്. ടാലിയുടെ റേഷ്യോ അനാലിസിസ് റിപ്പോർട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. അതിൽ ഏതൊക്കെ തരം റേഷ്യോ അനാലിസിസ് റിപ്പോർട്ടുണ്ട്? കോസ്റ്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടാണ്, അതൊരു അനലിറ്റിക്കൽ റിപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് റേഷ്യോ, കോസ്റ്റ് റേഷ്യോ പഠിച്ചിട്ടുണ്ടായിരിക്കും. ക്യാപിറ്റൽ റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, അത് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ, ലയബിലിറ്റി ബേസിൽ സെയിൽസ്. അപ്പം നമ്മൾ ഇതെല്ലാം റേഷ്യോ ഒരു ചാപ്റ്റർ കോസ്റ്റിങ്ങിൽ പഠിക്കുന്നുണ്ട്. അത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ റേഷ്യോ അനലിറ്റിക്കൽ റിപ്പോർട്ട് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യും. അത് നമുക്കൊരു കമ്പനിയുടെതോ പല സ്റ്റേജുകളിലായിട്ടോ പീരീഡുകളിലായിട്ടോ ക്വാർട്ടർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ നമ്പർ ഓഫ് കമ്പനീസിൻ്റെ ആയിട്ടോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം നിങ്ങൾക്കറിയാം എല്ലായിടവും ഗ്രാഫുണ്ട്. ഞാനിതിൽ ഗ്രാഫ് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ന്യൂമറിക്കലായിട്ടുള്ള ഡേറ്റാസ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ടാലിയിലുണ്ട്. ഓക്കെ, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമ്മൾ അവിടെ സ്റ്റോക്ക് സമ്മറി വരെയായിരുന്നു. നെക്സ്റ്റ് ഡിസ്പ്ലേ മെനുവിൽ എല്ലാ കോസ്റ്റ് റിപ്പോർട്ടുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വീഡിയോകളിൽ. എല്ലാ വീഡിയോയിലും വാച്ച് ചെയ്യാം. അടുത്ത നമ്മൾ റേഷ്യോ അനാലിസിസ് റിപ്പോർട്ട് എടുക്കുകയാണ്. ക്യാപിറ്റൽ ലെറ്റർ 6 റെഡ് ലെറ്ററിൽ കിടക്കുന്നുണ്ടോ, ലെറ്റർ പ്രസ് ചെയ്താൽ നമുക്ക് റേഷ്യോ അനലിറ്റിക്കൽ റിപ്പോർട്ട് കിട്ടും. റേഷ്യോ അനാലിസിസ് റിപ്പോർട്ടിനകത്ത് നമുക്കിവിടെ വർക്കിംഗ് ക്യാപിറ്റൽ, കറണ്ട് അസറ്റ്, കറണ്ട് ലൈബിലിറ്റി, കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയാണ് നമുക്കിവിടെ കമ്പയർ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എത്ര ലൈബിലിറ്റിക്ക് എത്ര അസറ്റ് ഉണ്ട് എന്നുള്ളതിൽ ബൈ റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിലൂടെ കറണ്ട് റേഷ്യോ നോക്കാൻ നമുക്ക് കറണ്ട് അസറ്റ് കറണ്ട് ലൈബിലിറ്റിക്ക് എത്ര കറണ്ട് അസറ്റ് ഉണ്ടോ. അപ്പോൾ 1.86 എന്നുള്ള അവിടെ ക്വിക്ക് റേഷ്യോ ഉണ്ട്. കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്കിൻ ഹാൻഡും എടുത്തിട്ട് കറണ്ട് അസറ്റും സ്റ്റോക്കിൻ ഹാൻഡ് അതിൻ്റെ കറണ്ട് ലൈബിലിറ്റിക്ക് എത്രയാണെന്ന്. പിന്നെ ഡെബിറ്റ് ഇക്വിറ്റി റേഷ്യോ എടുക്കുന്നു. ലോൺ ലൈബിലിറ്റി, ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റൂടെ കൂട്ടിയിട്ടാണ് അതിന് എത്ര ലോണുണ്ട്. ഇപ്പം നമുക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പ്ലസ് നമ്മൾ ഏൺ ചെയ്ത ഇൻകം കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏൺസിങ് ആയി. അതിന് എത്ര ലോണുണ്ട്, ആ ലോണിൻ്റെ ബേസിലുള്ള റേഷ്യോ. പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഇപ്പോൾ ഓപ്പണിംഗ് കോസ്റ്റ് റേഷ്യോ ഉണ്ട്. നമുക്ക് കുറേ കോസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാനുണ്ടാവും. പിന്നെ റിസീവബിൾസിൻ്റെ ടേൺ ഓവർ ഡേയ്സ് ഉണ്ട്, പേയ്മെൻറ്റിനുണ്ട്, റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ബേസിന് റേഷ്യോ ഉണ്ട്. അപ്പോൾ നമുക്ക് റേഷ്യോ അനാലിസിസ് റിപ്പോർട്ട് നമുക്കിവിടെ പീരീഡ് സെറ്റ് ചെയ്തെടുക്കാം. അതിൽ കൂടുതൽ കമ്പനി വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ F3 കൊടുത്ത് സെലക്ട് ചെയ്തിട്ട് അത് എടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ന്യൂ കോളം ഉണ്ട്. ന്യൂ കോളം SRM കമ്പനിയുടേത് നമുക്ക് ഏത് ഡേറ്റ് വരെയാന്നുള്ളത് അവിടെ കൊടുത്തൊരു പീരീഡ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ആണ് അത് കൊടുക്കാൻ ഞാനിപ്പോൾ കമ്പനി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കമ്പനി സ്പ്ലിറ്റ് ചെയ്യുന്നത് അറിയാമല്ലോ. കമ്പനി ക്രിയേഷൻ സ്ക്രീനകത്ത് എടുക്കുമ്പം കമ്പനി ആൾട്ടർ, കമ്പനി ഷട്ട്, എഡിറ്റ് കമ്പനിയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ സ്പ്ലിറ്റ് ചെയ്യാം. അവിടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 24 ആണ് ഇപ്പോൾ കണക്കെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആൾട്ടർ കോളം ഉണ്ട്. അപ്പോൾ ആൾട്ടർ കോളത്തിനകത്ത് ഞാനിവിടെ 2 KDRS എന്ന കമ്പനി കൂടി ഓണാക്കിയിട്ടുണ്ട്. അത് എൻ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏത് പീരീഡിൽ എന്നുള്ളത് ഇവിടെ ഇപ്പം 3 ഞാൻ കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി ടു ജൂലൈ വരെ ഉള്ളതും അത് സെയിം പീരീഡ് ആവാം. അവിടെ പീരീഡ് ഞാൻ മാറ്റി കൊടുക്കാത്തതുകൊണ്ട് SRMൻ്റെ ഒന്നിലധികമോ പീരീഡ് നിങ്ങൾക്ക് ഹാഫ് ഇയർ കമ്പയർ ചെയ്യാം. അതോടൊപ്പം മറ്റൊരു കമ്പനി കൂടി നമ്മളെ ബ്രാഞ്ച് കമ്പനി കൂടി കമ്പയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് കോളം ആഡ് ചെയ്യാം. നമുക്ക് കമ്പയർ ചെയ്ത് നമുക്ക് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ റേഷ്യോ അനാലിസിസ് റിപ്പോർട്ടിനകത്ത് കോളം ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെൽ കോളം കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. ഇപ്പോൾ ഫസ്റ്റ് കോളം ലാസ്റ്റ് കൊടുത്തത് പോയി, നെക്സ്റ്റ് കൊടുത്തത് പോയി. ഒന്നിലധികം കോളംസ് വരുമ്പം ഹൊറിസോണ്ടൽ റിപ്പോർട്ട് ഓട്ടോമാറ്റിക് വെർട്ടിക്കൽ റിപ്പോർട്ടായി മാറും. അപ്പോൾ റേഷ്യോ അനാലിസിസ് റിപ്പോർട്ട് എടുത്ത് ക്യാപിറ്റൽ ബേസ് എല്ലാ റേഷ്യോയും നമുക്കിവിടെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് കോൺഫിഗറേഷനകത്ത് F12 കൊടുത്ത് ഫീച്ചേഴ്സിനകത്തൊന്നുമില്ല. പ്രത്യേകിച്ച് F11 നമുക്ക് അതിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ പഠിച്ചതാണ്. നമ്മളിത് കോസ്റ്റ് വാല്യുവേഷൻ മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയത്. FIFO ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് ലാസ്റ്റ് റിപ്പോർട്ടാണ് നമ്മളെടുത്തത്. റേഷ്യോ അനാലിസിസ് റിപ്പോർട്ട് അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു പീരീഡ് ക്ലോസ് ചെയ്യുന്ന കാര്യം അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തും. ഇവിടെ നമ്മൾ കമ്പനി സെലക്ട് ചെയ്യുന്ന F3 നമ്മൾ ആ സെലക്ഷൻ കമ്പനിയാണ്. Alt F3 ഉണ്ട് അല്ലേ. ഈ Alt F3 എടുത്ത് കമ്പനി ഇൻഫോ എടുക്കുക. നമുക്ക് സെലക്ട് കമ്പനി ഉണ്ട്. ഒന്നിലധികം കമ്പനികൾ സെലക്ട് ചെയ്തെടുപ്പുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് KDRSഉം കിടപ്പുണ്ടാലും ഒരെണ്ണം ക്ലോസ് ചെയ്യണമെങ്കിലാണ് ഷട്ട് കമ്പനി ഉപയോഗിക്കുന്നത്. പിന്നെ പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാനാണ് ക്രിയേറ്റ് കമ്പനി ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് കമ്പനീസ് ഇവിടെ കമ്പനി എഡിറ്റ് ചെയ്യാൻ ഓൾട്ടർ. ഞാനിപ്പോൾ പറയാൻ വന്നത് സ്പ്ലിറ്റ് കമ്പനിയാണ്.
നമ്മൾ പ്രീവിയസ് ഡേറ്റാസ് നമുക്ക് ബാക്കപ്പ് എടുത്ത് വെക്കണമെങ്കിൽ ബാക്കപ്പ് കൊടുക്കുക. ബാക്കപ്പിന് നമ്മൾ സോഴ്സ് പാത്തും ഡെസ്റ്റിനേഷൻ പാത്തും കൊടുക്കണം. ഇവിടെ കണ്ടോ, നമ്മൾ സോഴ്സ് പാത്താണ്. അത് കഴിഞ്ഞ് എങ്ങോട്ടാണ് എടുത്ത് വെക്കേണ്ട ഡെസ്റ്റിനേഷൻ, ഡി ഡ്രൈവിലേക്കാണോ സി ഡ്രൈവിലേക്കാണോ ഡ്രൈവിൻ്റെ പാത്ത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഇവിടെ കമ്പനി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഡിസ്കിലേക്ക് എടുക്കുന്നതെന്ന് നമ്മൾ ബാക്കപ്പ് എടുത്ത് വെക്കാം. അപ്പോൾ ബാക്കപ്പ് എടുക്കുകയും അത് ഡേറ്റ റീസ്റ്റോർ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം സ്പ്ലിറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ കമ്പനി സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ സെലക്ട് കമ്പനി, ഡേറ്റ വെരിഫൈ ചെയ്യണേ, ഡേറ്റ വെരിഫൈ ചെയ്യാം. ഇപ്പോൾ സെലക്ട് കമ്പനി കൊടുത്തു. ഞാൻ SRM കമ്പനി സെലക്ട് ചെയ്തു. അത് നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ഫ്രം ഏത് ഡേറ്റ് മുതലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി അത് സ്പ്ലിറ്റ് ചെയ്തു. 1 ഏപ്രിൽ മുതൽ 1 ഏപ്രിൽ 24 നെക്സ്റ്റ് ഫ്രം കൊടുത്തത് ഫ്രം 1 സെപ്റ്റംബർ ഇവിടെ കിടക്കുന്നത്. ഞാനിത് ഓൾറെഡി 31 ക്ലോസ് ചെയ്തിട്ട് 25 1 ഏപ്രിൽ 25 വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമ്മൾ ഡേറ്റ് കൊടുക്കുക, അടുത്ത കമ്പനി എങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് അത് ചെയ്യാം. ഡേറ്റ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ അത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് കഴിഞ്ഞിട്ട് വേണം സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ. കണക്കൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ F1 കൊടുത്തു. ഞാൻ F1 കൊടുത്തപ്പോൾ എന്താണ് KDS ഡിസ്ട്രിബ്യൂട്ടറും SRM കമ്പനിയായിരുന്നു എനിക്കുള്ളത്. SRMൻ്റെ 1 ഏപ്രിൽ 24 ഉണ്ട്. ഡേറ്റാബേസ് ഡേറ്റ എന്ന ഫോൾഡർ 1005 ഫോൾഡറിൽ 24ൻ്റെ ഉണ്ട്. 25ൻ്റെ ഞാൻ 1006 ഉണ്ട്. സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ഓൾറെഡി അതിന്. പിന്നെ ഒരു മൾട്ടി കമ്പനിയാണ് SS. അങ്ങനെ കുറേ കമ്പനീസ് ഡേറ്റ സ്പ്ലിറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടാലിയിൽ ഏകദേശ രൂപം എല്ലാം ഒന്ന് പിടിയിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പേറോളാണ് ഇനി ബാക്കിയുള്ളത്. സെപ്പറേറ്റ് ഒരു വിങ്ങാണ്, അത് പിന്നീട് തുടങ്ങാം. അപ്പം നിങ്ങൾ ടാലിയിലെ ക്ലാസ്സുകളെല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, വാച്ച് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ HL ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അവർക്ക് ചോദിക്കാം. ഓക്കെ, ബൈ.